ഗുഡ് മോർണിംഗ് ഓൾ. എന്റെ പേര് ജോപ്പി മാർക്കോസ്. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 28 മെയ് 2025 ബുധനാഴ്ച. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം നല്ല രീതിയിലുള്ള ഒരു സെൽ ഓഫ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം നല്ല രീതിയിലുള്ള ഒരു റിക്കവറി മാർക്കറ്റിൽ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മളൊരു സെക്കൻഡ് ഹാഫിലേക്കൊക്കെ നോക്കാൻ നേരത്ത് നല്ലൊരു സീവിയർ ഫാൾ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഏകദേശം നിഫ്റ്റിയൊക്കെ 174 പോയിന്റ് നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നോക്കുവാണെങ്കിൽ 0.7% നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും 219 പോയിന്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്, 0.3% നെഗറ്റീവില്. സെൻസെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 624 പോയിന്റിന്റെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നോക്കുവാണെങ്കിൽ 0.7% നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു 9 ദിവസത്തെ നമ്മൾ നിഫ്റ്റിയുടെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ 25,000 എന്ന് പറയുന്ന ആ ലെവലിലേക്ക് റെസ്പെക്ട് ചെയ്യാൻ നിഫ്റ്റി 6 തവണയാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് മുകളിലേക്ക് ഇതുവരെ ക്രാക്ക് ചെയ്ത് പോയിട്ടില്ല. അപ്പൊ നമ്മൾ മറ്റു വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ 25,000 എന്ന് പറയുന്നത്. അത് വൺസ് അതൊന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി മാർക്കറ്റിൽ കാണാൻ സാധിക്കും. പക്ഷേ നല്ല രീതിയിലുള്ള ഒരു റിജക്ഷൻ ആണ് ഈ 25,000 ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സ് കിട്ടാനായി നിങ്ങൾ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് കയറാനായി ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിൽ ത്രൂ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതേപോലെ നമ്മളിപ്പം ഗ്ലോബലിലേക്ക് നോക്കുകയാണെങ്കിൽ US-ൽ നിന്ന് FOMC മിനിറ്റ്സ് ഡാറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി റിപ്പോർട്ടാണ് ഇത്. അപ്പം ഇത് രാത്രി 11:30 ഇന്ന് റിലീസ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മെയിൻ ബോർഡ് IPOs ആയ ലീല ഹോട്ടൽസ് അഥവാ ക്ലോസ് ബാംഗ്ലൂർ എന്നറിയപ്പെടുന്ന IPO ഇന്ന് ക്ലോസ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ AGS വോപാക് ടെർമിനൽസും ഇന്ന് ക്ലോസ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇന്നിപ്പം വേറൊരു IPO കൂടെ റൺ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് പ്രോസ്ട്രം ഇൻഫോസിസ്റ്റം. നാളെ വരെയാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉള്ളത്. ഏകദേശം 15,000 ആണ് ഇതിന് ഒരു ലോട്ടിന് റേറ്റ് വരിക. അപ്പം നിങ്ങൾ അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിൽ കോവിഡ് കേസസ് അതിശക്തമായിട്ട് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ കേരളത്തില്, മഹാരാഷ്ട്ര, ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ കോവിഡ് വൈറസ് വളരെ വ്യാപനം നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് മീഡിയാസ് ത്രൂ ഒന്നും ഒരു പബ്ലിക്കിലേക്ക് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. അപ്പം ഇത് എത്രമാത്രം ഇനി മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ബേസിൽ തന്നെയാണ് ഇന്ന് നമുക്ക് മാർക്കറ്റിലും ചെറിയ രീതിയിലുള്ള ഒരു ഫാളൊക്കെ കാണാൻ സാധിച്ചത്. ഈ ഒരു ഇതിന്റെ ബേസിൽ തന്നെയാണ്. 2020 കോവിഡ് വന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം 4 വർഷം മുമ്പ് നിങ്ങൾ മാർക്കറ്റിലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം മാർക്കറ്റ് ഒരു കറക്ഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടെന്ന്. അപ്പം പക്ഷെ ഓരോ കറക്ഷനും നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കാണുക. ആരും പാനിക്കായിട്ട് മാർക്കറ്റിൽ നിന്ന് സെൽ ഓഫ് ചെയ്തിട്ട് പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കാണുക. അതേപോലെ തന്നെ നമ്മളിപ്പം HDFC ബാങ്കിന്റെ സബ് കമ്പനിയായ HDB ബാങ്ക് ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ IPO ഇനി ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം 1.5 ട്രില്യൺ ആണ് IPOയിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി സെബിയിലേക്ക് അപ്രൂവൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഒക്കെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പൊ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു ഫീൽഡാണ് മ്യൂച്വൽ ഫണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ചിട്ട് ഏകദേശം 40% അധികമാണ് SIP-യിലൊക്കെ ഒരു വർധനവ് വന്നിട്ടുള്ളത്. നമ്മൾ ഏകദേശം നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലത്തെ പെർഫോമൻസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ 25%-ലധികം പല മ്യൂച്വൽ ഫണ്ടുകളും നമുക്ക് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് കഴിഞ്ഞ 5 കൊല്ലത്തിൽ ഏകദേശം 35.7% CAGR നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഏകദേശം 33.79% ആണ് 5 years ആയിട്ട് CAGR നൽകിയിട്ടുള്ളത്. പിന്നെ വരുന്നത് കാനറ റൊബേക്ക സ്മോൾ ക്യാപ് ഫണ്ട്, എഡിൽവൈസ് സ്മോൾ ക്യാപ് ഫണ്ട്, യൂണിയൻ മിഡ് ക്യാപ് ഫണ്ട്, ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ട്, ഇൻവെസ്കോ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്, ITI സ്മോൾ ക്യാപ് ഫണ്ട്, മേര അസറ്റ് മിഡ് ക്യാപ് ഫണ്ട്, മോത്തിലാൽ ഓസ്വാൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് തുടങ്ങിയ ഫണ്ടുകളെല്ലാം 25% എബോവ് ആണ് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് മാർക്കറ്റിൽ നിന്ന് തന്നിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് കടന്നു കയറുകയാണ്. അപ്പം ജിയോ, VI തുടങ്ങിയ ടെലികോം സെക്ടേഴ്സിനൊക്കെ ശക്തമായിട്ടൊരു അടിയായിരിക്കും ഈ ഒരു സ്റ്റാർലിങ്കിന്റെ ഈ വരവോടെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ VI ഒക്കെ നോക്കുവാണെങ്കിൽ അടുത്തൊരു കൊല്ലത്തേക്ക് ശേഷം അത് നിർത്താനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ്. അതേപോലെ തന്നെ ജിയോ ഫിനാൻഷ്യൽ സർവീസിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാർഷ്യൽ ബുക്കിംഗ് ഒക്കെ വേണമെങ്കിൽ നടത്താൻ പറ്റിയ ഒരു ടൈമും കൂടെയാണിത്. അതേപോലെ തന്നെ നമ്മൾ ഇന്നലത്തെ FIDA ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും FIAസിന്റെ ഭാഗത്തുനിന്ന്
348 കോടിയുടെ ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. DISന്റെ ഭാഗത്ത് നിന്ന് 10,704 കോടിയുടെ ബൈങ് ആണ് വന്നിട്ടുള്ളത്. ഓവറോൾ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ 10,453 കോടിയുടെ ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. അപ്പം FISന്റെ ഭാഗത്തു നിന്നാണേലും ശരി, DISന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വൻതോതിലുള്ള ഒരു ബൈങ് ഇപ്പം നിലവിൽ വന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബെല്ല്, HIL, GRC, മസഗോൺ, ബാരസ് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് റാലിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിഫൻസ് സെക്ടറിലൊക്കെ നല്ലൊരു പോസിറ്റീവ് ന്യൂസ് ആണ് ഇപ്പം വന്നിട്ടുള്ളത്. അതിന്റെ ബേസിൽ തന്നെ ഇനിയും വരുന്ന കാലങ്ങളിൽ ഡിഫൻസ് സ്റ്റോക്കിന് നമുക്കൊരു പോസിറ്റീവ് ലോങ് ടൈമിൽ നമ്മൾ കാണുന്നു. ഇന്നലെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പല സെക്ടേഴ്സും ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യപ്പെട്ടത്. പ്രത്യേകിച്ച് FMCG സെക്ടർ, IT സെക്ടർ, ഓട്ടോ സെക്ടർ ഒക്കെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പല കമ്പനീസിന്റെ Q4 റിസൾട്ട് ഇന്ന് റിലീസ് ആവുന്നുണ്ട്. നമുക്ക് ഏതൊക്കെ കമ്പനീസ് ആണെന്ന് നമുക്ക് നോക്കാം. കുമിൻസ് ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം അഥവാ IRCTC, ഗ്രാനുൾസ് ഇന്ത്യ ലിമിറ്റഡ്, ദീപക് നൈട്രേറ്റ്, കോൾഗേറ്റ് പൽമൊലിവ് ആൻഡ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇത്ര കമ്പനീസിന്റെ Q4 റിസൾട്ട് ആണ് വരുന്നത്. ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിൽ റിസൾട്ടിന് ശേഷം ചെറിയ തോതിലുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്ര കമ്പനീസിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. ഈ ഒരു സ്റ്റോക്ക് പ്രൈസിൽ വേരിയേഷൻസ് വരാനുള്ള സാധ്യതകൾ ഏറെ കൂടുതലാണ്. അതേപോലെ തന്നെ ഇന്ന് ചില കമ്പനീസ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും കോൾഗേറ്റ് പൽമൊലിവ് 27 rupees per share, ITC ലിമിറ്റഡ് 7.8 rupees per share, കെന മെറ്റൽ 40 rupees per share, അതേപോലെ സുന്ദരം ഫിനാൻസ് ലിമിറ്റഡ് 60 paisa per share തുടങ്ങിയ കമ്പനീസിന്റെ ആണ് ഡിവിഡൻഡ് പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അതേപോലെ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഓവറോൾ സമ്മറി ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ബേസിൽ നമുക്ക് FISന്റെ ഭാഗത്ത് നിന്ന് ഒരു ശക്തമായ ഒരു നെഗറ്റിവിറ്റിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ പ്രൊപ്പറേറ്ററി ഫേംസ് അഥവാ DIS ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ തോതിലുള്ള ഒരു നെഗറ്റിവിറ്റി, ഒരു ബിയറിഷ്നെസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ക്ലയൻസ്, റീറ്റെയിലേഴ്സ്, നമ്മളെ പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ വൻതോതിലുള്ള ഒരു ബുള്ളിഷ്നെസ്സും ആണ് നമുക്ക് ഇന്നലെ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. അപ്പം ഇന്ന് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ ആണ്. പ്രത്യേകിച്ച് പല ന്യൂസുകൾ വരുന്നുണ്ട്, പ്രത്യേകിച്ച് കോവിഡ് കേസസ് കാര്യങ്ങളെല്ലാം. അപ്പം ഇതിലേക്ക് എത്രമാത്രം മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്യുമെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ന്യൂസുകൾ അറിഞ്ഞതിന് ശേഷം മാത്രം മാർക്കറ്റിലേക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ മേജർ സോണായ 25,000 ഒക്കെ എപ്പോഴാണോ മാർക്കറ്റ് എന്ന് അവിടെ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. അപ്പം നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ട് ഇന്ന് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്, ജോപ്പി മാർക്കോസ്.